പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയ ഒരാളാണ്. അതെ അല്ലേ? നമ്മളൊരു രാഷ്ട്രീയക്കാരൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താ നമ്മൾ നോക്കണ്ടേ? ഇലക്ഷൻ നമ്മളൊരു വോട്ടിന് ഒരു സാധാരണ ജനം അവൻ എന്താ നോക്കണ്ടേ? ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? വ്യക്തിപരമായി നോക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റി, ലീഡർഷിപ്പ് കപ്പാസിറ്റി, അയാൾ മുൻകാലങ്ങളിലെടുത്ത ഡിസിഷൻസ്, അയാൾ വെച്ച സ്റ്റേറ്റ്മെൻറ്റുകൾ, കാര്യങ്ങളൊക്കെ വച്ചിട്ട് അയാൾ ഈ നാടിനോ ഈ പ്രദേശത്തിനോ ഇവിടുത്തെ വ്യക്തികൾക്കോ ഗുണകരമാകുമോ, അതോ അയാളുടെ പാർട്ടിക്ക് മാത്രം ഗുണകരമാകുമോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ പലപ്പോഴും പാർട്ടി ബേസ് ചെയ്താണ് വോട്ട് ചെയ്യുന്നത്. അത് പാർട്ടിയുടെ ആശയങ്ങളും കൂടെ കണക്കാക്കിയിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ പാർട്ടിയിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും. ഒരു നല്ല ആൾ എവിടെ നിന്നാലും അയാൾ കുറെ നന്മയും നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഒരു മോശം സ്വഭാവമുള്ള, മോശം വ്യക്തിത്വമുള്ള, കോർഡിനേറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരാൾ എവിടെ നിന്നാലും അത്രയൊക്കെ തന്നെ അയാൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാകുന്നു, പ്രൊവൈഡഡ് ആ ഫോളോവേഴ്സിന് നിങ്ങളെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലാതിരിക്കുന്നു. അവിടെയാണ് ഒരു ലീഡർ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് ലീഡർഷിപ്പ് അല്ല, അധികാരമാണ്. നിങ്ങളൊരു കമ്പനിയുടെ MD കുറെ പേര് ഫോളോ ചെയ്യും. കാരണം അവർക്കത് ചെയ്തേ പറ്റൂ, ഇയാൾ MD ആണ്. അത് അധികാരമാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു നിർബന്ധങ്ങളില്ലാഞ്ഞിട്ടും ഒരാളെ ഒരു വലിയ സംഘം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ലീഡർഷിപ്പാണെന്ന് നമുക്ക് കണക്കാക്കാം. കാരണം ഈ ഒറ്റ വാക്കിൽ നമ്മളൊരു ലീഡറിനെ എന്താ നോക്കണ്ടേ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നോക്കൂ, കല്യാണം നമ്മൾ എന്താ നോക്കണ്ടേ? എങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ കുറേ ഡൈവേഴ്സുകൾ ഉണ്ടാകുന്നത്? നമ്മളൊരു വീട് മേടിക്കുമ്പോൾ ഈ ലോകത്ത് എവിടെയാണ് നമ്മൾ വീട് വെക്കേണ്ടതെന്ന് എന്താ നോക്കണ്ടേ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മളൊരിടത്ത് മേടിക്കുക, നമുക്ക് ഉള്ള ഓപ്ഷനുകൾ വെച്ച് മേടിക്കുക. അങ്ങനെ നോക്കിയാൽ പല സ്ഥലങ്ങളും കിട്ടും. അപ്പം പല സന്ദർഭങ്ങളിലും ഒരു ഷർട്ട് മേടിക്കുമ്പോൾ എന്താ നോക്കണ്ടേ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ഓരോന്ന് ഇതിനകത്ത്. നീ ഒരു 10 പേരിരിക്കുന്നിടത്ത് ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചാൽ പോലും ഓപ്ഷനുകളുള്ളിടത്ത് കൺഫ്യൂഷൻ കൂടും. അത്രേ ഉള്ളൂ. അപ്പം അതിനൊരു വൺ വേർഡ് ആൻസർ ഇല്ല. നമ്മൾ വളരെ സൂക്ഷ്മമായി ഒരാളുടെ മുൻകാലവും കാര്യങ്ങളും കപ്പാസിറ്റിയും ഒക്കെ പരിശോധിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ.